നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. വേഗം നിൽക്ക് 9 മണിയാകുമ്പത്തേനും നോക്കുവാണെങ്കിൽ 9:05 കഴിഞ്ഞു. ഇത് ഇന്നലെ എടുത്ത സ്ഥലമുള്ളതല്ലേ. നമ്മൾ സ്കൂളിലെത്തിയിട്ട് എല്ലാവരും ഇവിടെ ഭയങ്കര ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. സ്കൂളിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കുന്നത് തന്നെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ പേര് നോക്കിയിരിക്കുന്നത് എനിക്ക് ചമ്മലാവുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം താഴെ ഭയങ്കര എന്താ പറയുക അടിച്ചുപൊളി പാട്ടും ഓണപ്പാട്ടും ഡാൻസും ഒക്കെയാണ്. നമ്മളതിൻ്റെ ഇടയ്ക്ക് മുടി ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോകും. അല്ല കേട്ടോ, ബാത്റൂം പോകുന്ന എന്തിനാ എൻ്റെ അടുത്ത് തന്നെ പോകുമ്പോൾ. ഒറിജിനൽ അല്ല അങ്ങനെ എനിക്ക് മനസ്സിലായേ. ഓ അറിയത്തില്ലാത്ത എന്തുണ്ടല്ലേ എടാ ഇത് ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ പുതിയ എൻ്റെ അല്ല ഫ്രണ്ടിൻ്റെ റൈബാൻ. ഗൈസ് ഇത്ര നല്ലൊരു ദിവസത്തിൽ 45 പൊതിച്ചോറ് പ്രൊവിഡൻസ് ഹോമിലോട്ട് NSSൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് കൊടുക്കുക കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇവിടെ മുകളിൽ നല്ല അടിപൊളി പരിപാടികളൊക്കെ നടക്കുക. ഞാനിങ്ങനെ ചുമ്മാ തെരപ്പര തെണ്ടി തിരിഞ്ഞ് നടക്കുക. എന്താണ് ചെയ്യുക? കുറേ പേർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കുന്നു, എനിക്കും കുറച്ച് പേരൊക്കെ എടുത്തു തരുന്നു. ഇതൊരു മത്സരത്തിന് വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാ കേട്ടോ. ബാ നമ്മുടെ സ്കൂളിലും മണ്ടൊക്കെ നോക്കിയേ. അവന്മാർ മുകളിൽ കയറി നിന്നിട്ട് എന്നാ അത് നമ്മുടെ ഓണത്തിൻ്റെ നെയിം റിവീലിംഗ്, ഓണം പ്രോഗ്രാമിൻ്റെ നെയിം റിവീലിംഗ് നടക്കും ഇപ്പം. എന്താട്ടോ നമ്മുടെ സ്കൂളിൽ നിങ്ങൾ ഇതിന് മുന്നേ എന്തായാലും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സ്കൂളിലെ എല്ലാ പിള്ളേരും കൂടി വന്ന് റെഡി ആയി നിൽപ്പുണ്ട് കേട്ടോ. മൈക്ക് സെറ്റായിട്ടില്ല. ഓക്കെ, അപ്പോൾ സംഭവം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പായസം കുടിച്ചിട്ട് മിക്കവാറും വീട്ടിൽ പോയായിരിക്കും. ബാക്കിയുള്ള പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ താഴെ ഇരുന്നപ്പോൾ ഓൾറെഡി കഴിഞ്ഞതാണ്. ഗായ്സ് അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം ഇത്രയും മനോഹരമായി ഇരിക്കുന്നത് പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. പുറത്ത് മത്സരം നടക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഇത്രയും പിള്ളേരുണ്ട്. ഹയർ സെക്കൻഡറി മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. അവന്മാരെല്ലാം ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഇതിൻ്റെ സ്ഥാനത്ത് ഇതേപോലെ തന്നെ ഞങ്ങൾ നിന്ന് കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങളുടെ മെഗാ തിരുവാതിരയായിരുന്നു. ഈ വർഷം മെഗാ തിരുവാതിര അവർ ഒഴിവാക്കി കുറേ കുഞ്ഞ് തിരുവാതിരകൾ ക്ലാസ് റൂമിൽ വെച്ച് നടത്തി. കുടിച്ചിട്ട് വരാവേ. സമ്മാനം നൽകുന്നതിനെ റിജോ സാറിനെ ക്ഷണിക്കുന്നു. നല്ല ഞാനുണ്ട്. ഇപ്പോൾ സ്കൂളിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പം കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവളുടെ അപ്പൻ്റെ കൂടെ വണ്ടിക്ക് പോകും കേട്ടോ. ഇടയ്ക്ക് വെച്ച് ഒരു ഫലൂദ, 2 ഫ്രൂട്ട് സലാഡ് കഴിച്ചു വേണേ.